ബേബി പൊട്ടറ്റോയും കൊണ്ട് നല്ലൊരു മസാലയായിട്ട് ഒരു നല്ല ഗ്രേവിയുള്ളൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ ഒരു 1/2 കിലോ പൊട്ടറ്റോ ഇതുപോലെ ചെറിയ ചെറിയ പൊട്ടറ്റോ എടുത്ത് നമ്മൾ തൊലി കളഞ്ഞ് ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. നമുക്ക് ചെറുതായിട്ട് എണ്ണയ്ക്കകത്തൊന്ന് ഫ്രൈ ചെയ്തിട്ട് വേണം ഉണ്ടാക്കാൻ, അപ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അതിന് ഞാനൊരു 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഒരു തക്കാളി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ചെറിയ സവോള ഇത് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണിത്. ഒരു വലിയ കഷ്ണം ഇഞ്ചി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. 5 വെളുത്തുള്ളിയുടെ അല്ലി വേണം. പിന്നെ നമുക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ഇച്ചിരി മഞ്ഞളിടാം. ഇച്ചിരി ഗരം മസാലയാണ്, അത് ചെറിയ സ്പൂൺ ഇടാം. നമുക്ക് ജീരകം പൊടിച്ചാണ്, അതും ചെറിയ സ്പൂൺ ഇടാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് മല്ലിയിലയൊക്കെ പിന്നെ ചേർക്കാം. പിന്നെ ഉപ്പും ചേർത്ത് ആദ്യം തന്നെ നമുക്ക് ഈ പൊട്ടറ്റോ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ചൂടാക്കി ഞാൻ 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യണം. പിന്നെ ആ മസാല അതിനകത്ത് തന്നെയാണ് ഫ്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് നമുക്ക് ഈ പൊട്ടറ്റോ എല്ലാം ഒന്ന് ചെറിയതായിട്ടൊക്കെ ഒരു സൈഡൊക്കെ ഒന്ന് മൊരിയുന്ന വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പൊട്ടറ്റോ ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ ആവുന്നുണ്ട് ഇതിൻ്റെ പുറമൊക്കെ. ഈ സമയത്ത് നമുക്ക് എടുക്കാം. ഇനി നമ്മൾ വെള്ളം ഒഴിച്ച് പിന്നെ മസാലയ്ക്കകത്ത് ഒന്നുകൂടെ വേവിപ്പിക്കുന്നതാണ്. അത് കാരണം നമുക്കിത് ഈ പാകത്തിലെടുക്കാം. ഇപ്പം പൊട്ടറ്റോ മാറ്റി ആ എണ്ണയ്ക്കകത്തോട്ട് തന്നെ മസാലയെല്ലാം ഒന്ന് മൂപ്പിക്കാം. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഈ സവോള അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാം. പച്ചമുളക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന അതും ചേർക്കാം. ഇതൊന്ന് വാടി കഴിഞ്ഞിട്ട് ഞാൻ ഈ തക്കാളിയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്കിത് മിക്സിക്കകത്ത് അരയ്ക്കണം. അതുകൊണ്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുറച്ച് വലിയ കഷ്ണമായിട്ട് കിടന്നാലും കുഴപ്പമില്ല. ഇതൊന്ന് ചെറുതായിട്ട് വാടിയിട്ട് നമുക്ക് തക്കാളി ചേർക്കാം. ഉള്ളിയൊക്കെ ഒരുവിധം ഒന്ന് വഴഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ സമയത്ത് തക്കാളിയും കൂടെ ചേർക്കുവാണ്. തക്കാളിയും കൂടി ഒന്ന് വഴഞ്ഞിട്ട് വേണം നമുക്ക് മസാല ചേർക്കാൻ. തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്തിട്ടുണ്ട്. നമുക്കിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാല ചേർക്കാം. ഇത് ഞാൻ 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്, അത് ചേർക്കാം. ഒരു വലിയ സ്പൂൺ മല്ലിപ്പൊടിയാണ്, അതും കൂടിയും ചേർക്കാം. ചെറിയ സ്പൂൺ മഞ്ഞൾ പൊടി എടുത്ത് വെച്ചിരിക്കുന്ന ഇതും കൂടിയും ചേർക്കാം. നല്ലപോലെ ഒന്ന് പച്ചമണം മാറിയിട്ട് നമ്മളിനി ഇതൊന്ന് ഇച്ചിരി മസാല തണുത്തിട്ട് ഇതെല്ലാം കൂടെ മിക്സിക്കകത്തൊന്ന് നമുക്ക് അരച്ചെടുക്കാം. ഞാനിനി ഇത് ഗ്യാസ് ഓഫാക്കുവാണ്. ചെറിയതായിട്ടൊന്ന് തണുത്തിട്ട് നമുക്ക് മിക്സിക്കകത്ത് അരച്ചെടുക്കാം. ഞാൻ മിക്സിക്കകത്തോട്ട് ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒരു പേസ്റ്റ് ആക്കി ഇതെടുക്കാം. ഇച്ചിരി വെള്ളം ഒഴിച്ചരയ്ക്കാം. നമുക്ക് ഏതായാലും ഗ്രേവി ആയിട്ട് വേണ്ടിയത്, അത് കാരണം ഒത്തിരി നീണ്ടു പോകാതെ അരയ്ക്കാൻ പാകത്തിന് നമുക്ക് ഈ മസാല ഒന്ന് അരച്ചെടുക്കാം. ഈ മസാല ഇതുണ്ട് ഇതുപോലെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് നല്ലപോലെ കടയിലോട്ട് ചേർക്കാം. അപ്പോൾ അതിനകത്ത് 1 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിക്കാം. പൊട്ടറ്റോയ്ക്ക് വേവുള്ളതുകൊണ്ട് നമുക്ക് ഈ വെള്ളവും കൂടെ ഒഴിച്ച് ഇതൊന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് പൊട്ടറ്റോ ഇതിനകത്ത് ഇട്ട് വേവിക്കേണ്ടതാണ്. ഈ സമയത്ത് ഞാനൊരു ചെറിയ സ്പൂൺ ഗരം മസാലയും കുറച്ച് ജീരകം പൊടിച്ചതും കൂടി നമുക്ക് ചേർക്കാം. സമയത്ത് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടിയും ചേർക്കാം. ഇനി നമ്മൾ ഈ പൊട്ടറ്റോ ഇതിനകത്ത് ഇട്ടിട്ട് ഒന്ന് അടപ്പ് വെച്ച് മൂടി വേവിക്കാം. നമുക്ക് ഇതിൻ്റെ കൂടത്തിൽ ഇച്ചിരി മല്ലിയിലയും കൂടി ഇടാം. ഇപ്പം ഇതൊരു 5-6 മിനിറ്റും കൊണ്ട് നമ്മൾ കുറച്ചൊന്ന് ഫ്രൈ ചെയ്തതായത് കൊണ്ട് ഒരു 5-6 മിനിറ്റും കൊണ്ട് ഇത് വെന്ത് വരും. ഈ സമയത്ത് ഉപ്പൊക്കെ വേണ്ടി വരും എന്നൊന്ന് നോക്കണം, ഉപ്പ് റെഡിയായോ എന്ന്. തിളച്ചു കഴിഞ്ഞ് സ്ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇതൊന്ന് അടപ്പ് വെച്ച് ഒരു 5-6 മിനിറ്റ് വേവിക്കാം. നമുക്ക് ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വെന്ത് പരുവാകുമ്പോഴത്തേനും ഒരു 5-8 മിനിറ്റ് എടുക്കും. നമുക്ക് പിന്നെ ഒന്നുകൂടെ അടച്ചു വെക്കാം. നമുക്ക് തുറന്ന് നോക്കാവുന്ന
ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ബേബി പൊട്ടറ്റോയുടെ കറി നല്ല റെഡി ആയിട്ടുണ്ട്. ഈ മസാലയൊക്കെ മൂത്ത് നല്ലതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. നമുക്ക് പൊട്ടറ്റോ ഒക്കെ വെന്തോന്നൊന്ന് ഇങ്ങനെ ഒരു ഞെക്കി നോക്കിയാൽ അറിയാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പൊട്ടറ്റോ ഒക്കെ വെന്ത്. നമുക്കിനി ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ ബേബി പൊട്ടറ്റോ വിത്ത് മസാല നല്ല റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും പൊട്ടറ്റോ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.